നമസ്കാരം. എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മറ്റത്തൂരിലെ വിവാദങ്ങൾക്ക് യുഡിഎഫിന്റെ സമവായ ശ്രമങ്ങൾ ഊർജിതം. റോജി എം ജോൺ എംഎൽഎ വിമത വിഭാഗ നേതാക്കളുമായി ചർച്ച നടത്തി. കല്ലൂർ ആലങ്ങാട് ഭരതിയിൽ റോഡരികിലെ കനാൽ കൾവട്ടിൽ സൂക്ഷിച്ചിരുന്ന 7.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. ആളൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവതിയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 3 പേർ പിടിയിൽ. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ തിളക്കമേറിയ ജയത്തിന്റെ നിറം കെടുത്തിയ മറ്റത്തൂരിലെ വിവാദങ്ങൾക്ക് കോൺഗ്രസിന്റെ സമവായ ശ്രമങ്ങൾ ഊർജിതം. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതിനിധിയായി റോജി എം ജോൺ എംഎൽഎ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി. ബിജെപി പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാനെ രാജിവെപ്പിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നും വിവരം. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ടയാളായതിനാൽ പ്രസിഡന്റ് ടെസി ജോസ് രാജിവെക്കേണ്ടതില്ലെന്നാണ് ധാരണ. പുറത്താക്കപ്പെട്ട നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. ഡിസിസി നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നാൽ വൈസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ച് പ്രശ്നം തീർക്കാൻ ഡിസിസി തയ്യാറായിട്ടില്ല. വിമതർക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്നാണ് ഡിസിസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെച്ചാൽ മാത്രമേ കൂട്ടരാജിവെച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കേണ്ടതുള്ളൂ എന്ന് കർശനമായ നിലപാടാണ് കൈക്കൊള്ളുന്നത്. തെറ്റുപറ്റിയ അംഗങ്ങൾ അത് തിരുത്തണമെന്നും പാർട്ടിയോടും ജനങ്ങളോടും പരസ്യമായി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയണമെന്നും ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാവുന്ന ആരെയും പാർട്ടി സ്വീകരിക്കുമെന്നും ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതിൽ വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണ്. കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ്. ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ ജാഫറിൻ്റെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തത്? അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാരെ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റിയെന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിവിടെ അങ്ങനെ ഉണ്ടായോ? മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുന്നു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാകുന്നു. അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല. ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് വൈസ് പ്രസിഡന്റിനെ മാത്രം രാജിവെപ്പിച്ച് പ്രശ്നത്തിൽ നിന്നും തടിയൂരാനുള്ള വിമതരുടെ നീക്കത്തിനാണ് ഡിസിസിയുടെ കടുത്ത നിലപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതേസമയം കെപിസിസിയുടെ സമവായ ഫോർമുല സംബന്ധിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും മറ്റത്തൂരിലെ പ്രശ്നങ്ങൾ കെപിസിസി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അച്ചടക്ക നടപടിക്ക് വിധേയനായ മുൻ ഡിസിസി ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെപിസിസി നിർദ്ദേശിക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും TM ചന്ദ്രൻ പറഞ്ഞു. എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല. സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ഒരു രീതിയിലുള്ള തീരുമാനവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. കെപിസിസി എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നമ്മുടെ DCC പ്രസിഡന്റ് അല്ലേ. സ്വാഭാവികമായും അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. DCC പ്രസിഡന്റ് പറയുന്നതും KPCC പ്രസിഡന്റ് പറയുന്നതും ഒക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളോട് പാർട്ടി പറയാത്തൊരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. പാർട്ടി എന്താണോ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന അക്കമിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന് ഞാനോട് പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല. നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം നമ്മൾ അങ്ങനെ KPCCയെ നമ്മൾ വരച്ച വരയിൽ നിർത്തി ഉറപ്പുവാങ്ങുകയല്ലോ. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി അനുഭാവപൂർവ്വം KPCC അത് കേട്ടു. അപ്പോൾ അതിൽ തീരുമാനവും അനുഭാവപൂർവ്വമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും നേടാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലൊന്നല്ല ഇത് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു യാദൃശ്ചിക സംഭവമാണ്.
അതിനെ തുടർന്നുണ്ടായ ചില രാഷ്ട്രീയ കോളിളക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെയും ഒരു പരിധിവരെ ദേശീയ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. കല്ലൂർ ആലങ്ങാട് ഭരതയിൽ റോഡരികിലെ കനാൽ കൾവർട്ടിൽ സൂക്ഷിച്ചിരുന്ന 7.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. വെള്ളിയാഴ്ച രാത്രിയിലാണ് കഞ്ചാവ് ചാക്ക് റോഡിന് സമീപമുള്ള പീച്ചി ഇടതുകര കനാലിന് താഴെയുള്ള കൾവർട്ടിൽ നാട്ടുകാർ കണ്ടത്. ഉടനെ എക്സൈസിൽ വിവരമറിയിച്ചു. 4 പൊതികളിലായാണ് കഞ്ചാവ് ചാക്കിൽ സൂക്ഷിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VP ഉണ്ണികൃഷ്ണൻ, PM ബാബു, KK രാജു, CK ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ KK സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രതിയെക്കുറിച്ച് സൂചനകളുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്നും എക്സൈസ് അധികൃതർ പ്രതികരിച്ചു. സംഭവം അറിഞ്ഞ നിരവധി നാട്ടുകാർ ഒത്തുകൂടി. വൻതോതിൽ ലഹരി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന്റെ തെളിവാണ് ഇതെന്നും തൃക്കൂർ പഞ്ചായത്തിൽ ലഹരിക്കെതിരെ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉടൻ പുനഃസംഘടിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പോലീസിന്റെയും എക്സൈസിന്റെ സംയുക്ത പട്രോളിംഗ് പ്രദേശത്ത് ശക്തിപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അവർക്ക് അവരുടെ വീടല്ല, അവര് ഇവിടെ എന്ത് തണ്ടിത്തരം വേണമെങ്കിലും കാണിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അനുഭവിക്കുന്ന ഇവിടുത്തെ യൂത്തുകൾ തന്നെയാണ്. ഇപ്പൊ ആമ്പിളര് മാത്രമല്ല, പെൺകുട്ടികളും ഒരു നമ്മൾ സർച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇത് ഒളിപ്പിച്ച് വെക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പേപ്പറിൽ വായിച്ച് നമ്മുടെ മുറ്റത്ത് വന്നുള്ള സത്യം. നമ്മൾ ഇത്രയും നാളും ഇത്രയും ഗൗരവം കൊടുത്തിട്ടുണ്ടായില്ല. എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഇതുണ്ടാവും വിചാരിച്ചിട്ടുണ്ടായില്ല. ഈ ഏരിയ ഉണ്ടല്ലോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിജനമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ചെറിയ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ സംഭവത്തിൽ കൊലക്കേസ് പ്രതി വസന്തനടക്കം 3 പേർ പിടിയിൽ. ആളൂർ കൊറ്റനല്ലൂർ തുമ്പൂരിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന യുവതിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും മാനഹാനി വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. താഴേക്കാട് കൊമ്പിടി പുല്ലൂർ വീട്ടിൽ അനിക്കുട്ടൻ എന്ന അനിൽകുമാർ, താഴേക്കാട് കൊമ്പിടി പുതൂർ വീട്ടിൽ സുട്ടൻ എന്ന വസന്തൻ, പുത്തൻചിറ പടിത്തിരുത്തി വീട്ടിൽ വിമോജ് എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സംഭവം. കമ്പിവടിയുമായി എത്തിയ സംഘം യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. വീടിന്റെ സിറ്റൌട്ടിൽ നിന്നിരുന്ന യുവതിയുടെ തലമുടിയിൽ കുത്തിപ്പിടിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. അനിൽകുമാർ 8 ക്രിമിനൽ കേസുകളിലും വസന്തൻ 5 ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർ KT ബെന്നി, GSI മിനിമോൾ, CPOമാരായ സിനേഷ്, ആഷിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന തെക്കര, പുളിച്ചോട്, വരാക്കര പാടശേഖരം എന്നിവിടങ്ങളിലും സമീപ കൃഷി പ്രദേശങ്ങളിലുമായി കാട്ടുപന്നികളുടെ ആക്രമണം മൂലം സ്ഥിരമായി കൃഷിനാശം സംഭവിച്ചു വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ബിജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ KT ജെയിംസ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ദൗത്യത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, ലിനേഷ് അന്തിക്കാടൻ, NK പ്രദീപ് എന്നിവർ പങ്കെടുത്തു. വലിയ കുഴിയെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് കാട്ടുപന്നികളുടെ ജഡം മറവ് ചെയ്തു. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്രി എന്നിവർക്കും പഞ്ചായത്തിലെ മറ്റു കോൺഗ്രസ് മെമ്പർമാർക്കും സ്വീകരണം നൽകി. മണ്ണമ്പേട്ടയിൽ നടന്ന സ്വീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ TO ബൈജു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് എന്നിവർ മുഖ്യാതിഥികളായി. DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, ആന്റണി കുറ്റുകാരൻ, KL ജോസ്, PP ഫ്രാൻസിസ്, ഹരൺ ബേബി എന്നിവർ സംസാരിച്ചു. മണ്ണമ്പേട്ട സെന്ററിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. പുതുക്കാട് 2-ാം കല്ലിലെ നവനീതം കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, എഴുത്തുകാരി രാജകുമാരി, ഷാജു സ്വർഗചിത്ര, ലിജി കുണ്ടുകുളം, ശശികല കോമത്തുകാട്ടിൽ, നിശാന്ത് നവനീതം എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി.
അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പുതുപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, തിരുനാൾ കൺവീനർ സജീവ് അനൂക്കാരൻ, ട്രസ്റ്റിമാരായ റിക്സൺ കളപ്പുര, ടോമി നെല്ലിക്കുന്നേൽ, ജോയ് മഞ്ഞളി, പ്രവീൺ ചുങ്കൻ എന്നിവർ നേതൃത്വം നൽകി. 10-11 തീയതികളിലാണ് തിരുനാൾ. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത മെത്രാൻമാർ ടോണി നീലങ്കാവിൽ കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 നിർധന കുടുംബങ്ങൾക്ക് നൽകുന്ന വീടുകളുടെ ആശീർവാദവും മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. നന്ദിപുരം സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് ചടങ്ങിന് ഫാദർ ജിയോ ആലനോലിക്കൽ, ഫാദർ ഫ്രാൻസിസ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 10, 11, 12 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. നവവൈദികൻ ഫാദർ വിക്ടർ തൊമ്മാന കൊടിയേറ്റം നിർവഹിച്ചു. നൊവേന, ആഘോഷമായി ദിവ്യബലി എന്നിവ ഇതോടനുബന്ധിച്ചുണ്ടായി. ആക്ടിംഗ് വികാരി ഫാദർ ടിൻഡോ കൊടിയൻ സഹകാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ ജോഷി കണ്ണത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ഷാജൻ കുറിയെടുത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 10-11 തീയതികളിലാണ് തിരുനാൾ. കല്ലൂർ ശിവക്ഷേത്ര ഉപദേശക സമിതിയുടെയും വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ദേശവിളക്കും തിരുവാതിര ആഘോഷവും നടത്തി. രാധിക മംഗലത്ത്, ജിഷ പെരുമ്പിള്ളി, ഹിമ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെക്കേത്തുറവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിര ആഘോഷിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ഗൌരി ശശി, സെക്രട്ടറി സുവിത ചന്ദ്രിക, മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഹിന്ദു ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടിക്ക് മുറ തെറ്റാതെ ആദ്യ സംഭാവനയുമായി ക്രിസ്ത്യൻ കുടുംബം. പുതുക്കാട് കേളിപ്പാടം ശ്രീ വെട്ടിയാട്ടിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മകരച്ചൊവ്വ വേലാഘോഷ പരിപാടിക്ക് 20 വർഷമായി ആദ്യ സംഭാവന കൊടുത്തിരുന്നത് ക്രിസ്ത്യൻ കുടുംബമായ ചുങ്കത്ത് പോളും കുടുംബവുമായിരുന്നു. 10 വർഷം മുൻപ് പോൾ മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ജിയോ പോൾ ഇത്തവണയും ആദ്യ സംഭാവന ക്ഷേത്രത്തിലെത്തി കൈമാറി. ഈ വർഷത്തെ മകരച്ചൊവ്വ വേലാഘോഷം ജനുവരി 18, 19, 20 തീയതികളിലാണ് നടത്തുന്നത്. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം എത്തിയപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തും തള്ളും പ്രദേശത്ത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. പ്രതിഷേധത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗം EU ജാഫറിന് 50 ലക്ഷം രൂപയോ പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ചെയ്തുവെന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത്. എത്രയോ മാന്യമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം കടന്നു പോകുന്നത്. ആ മാന്യതയ്ക്ക് എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? ഇതുവരെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമെന്ന സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ഇത് നടന്നിട്ടില്ല എന്നല്ല. ഇതിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാകുമെന്നുള്ള. അതുകൊണ്ട് സംസ്ഥാനത്തെ പല നേതാക്കന്മാർക്ക് അറിവുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോട് കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനം നടന്നിട്ടുള്ളത്. ആളൂർ തിരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 50 വർഷം പിന്നിട്ട ഷോലെ സിനിമ പ്രദർശിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജോസ് പാറേക്കാടൻ പ്രൊജക്ടർ സ്വിച്ച് ഓൺ നടത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ അധ്യക്ഷത വഹിച്ചു. പഴയ തലമുറയിലെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഷോലെ സിനിമ പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് പ്രദർശനം ഒരുക്കിയതെന്ന് സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ പറഞ്ഞു. നമ്മൾ 20ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് 50 വർഷം പൂർത്തീകരിച്ച ഷോലെ എന്നുള്ള ഫിലിം ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു. വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിരുന്നത്. പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ വന്ന് 3 മണിക്കൂർ 20 മിനിറ്റോടത്തോളമുള്ള പടം കൃത്യമായ രീതിയിൽ ആസ്വദിക്കുന്ന സിനാരിയോ ഉണ്ടായി. അപ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. എടവിലങ്ങ വത്സാലയത്തിന് വടക്കുവശം
ഉഴുന്നുംകാട്ടിൽ പോളിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ല് തകർന്നു. എടവിലങ്ങിൽ 2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ വീടാക്രമണമാണിത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി PC ബിജുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. എടവിലങ്ങിലെ ആക്രമണങ്ങളെക്കുറിച്ച് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അന്വേഷണം നടത്തുന്നുണ്ട്. എനിക്ക് ശേഷമാണ് ശബ്ദം കേട്ടേക്കണത്. അപ്പോൾ ഞാൻ നോക്കിയില്ല, കാരണം അപ്പുറത്തൊരു അയിനിയുണ്ട്, അതിൽ നിന്ന് ചക്കയും ഉണങ്ങിയ കമ്പുകളൊക്കെ വീഴും. ഇത് മിക്കവാറൊക്കെ ഇങ്ങനെ സ്വരം കേൾക്കാറുണ്ട്, അതാണെന്ന് വിചാരിച്ചു. രാവിലെ മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുമുള്ള നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഞാൻ കാലത്ത് എനിട്ടില്ലേ ബാലഞ്ചാറിൻ്റെ കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ച് ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് പുള്ളിക്കാരത്തി പറയണത്. തൊട്ടപ്പുറത്ത് തന്നെ പുത്തങ്കാട്ടിൽ പ്രതാപൻ എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇവിടെ സംബന്ധിച്ച് ഇത് എടവിലങ്ങ് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് കോളേട്ടൻ താമസിക്കുന്നത്. ഈ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള സംഘർഷ സാധ്യതയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കോളേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റാളുകളോടോ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മറ്റാളുകളോടോ യാതൊരുവിധ പ്രശ്നത്തിലും ഇല്ലാത്ത ഒരാളുടെ വീടിന് നേരെയാണ്, ഇപ്പോൾ കോളേട്ടനും ഭാര്യയും മാത്രം തനിച്ച് താമസിക്കുന്ന ഒരു വീടിന് നേരെയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പോലീസ് നിയമപരമായിട്ട് നേരിടണം. അവരെ അന്വേഷിച്ച് കണ്ടെത്തി അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ പോലീസ് അധികാരികൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലക്ക് പറയാനുള്ളത്. കല്ലൂർ പാലക്കിപ്പറമ്പ് വഴിയോരം സ്നേഹക്കൂട്ടായ്മ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. റേച്ചൽ പിൻസൺ, ജോയ്സി മേജോ, ദീപ ജോൺസൺ, ഷൈജ ഷെന്നി, സുജി സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണക്കാലത്തും ഇവർ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. മുൻ കൃഷിമന്ത്രി PP ജോർജിന്റെ 18ാം ചരമവാർഷികം ജനുവരി 5-ന് പുതുക്കാട് സെന്ററിൽ രാവിലെ 9-ന് അനുസ്മരണ ചടങ്ങിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രോജക്ട് ഓഫീസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ നിയമനം നടത്തുന്നു. BTech, MCA, MSc, MBA യോഗ്യതകൾ അഭികാമ്യമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുടെ അഭാവത്തിൽ BCA, BSc യോഗ്യതയുള്ളവരെ പരിഗണിക്കും. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 6-ന് രാവിലെ 9:30-ന് SSK തൃശൂർ ജില്ലാ പ്രോജക്ട് ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2323 841 നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂരിലെ വിവാദങ്ങൾക്ക് UDFന്റെ സമവായ ശ്രമങ്ങൾ ഊർജിതം. റോജി M. ജോൺ MLA വിമത വിഭാഗ നേതാക്കളുമായി ചർച്ച നടത്തി. കല്ലൂർ ആലങ്ങാട് ഭരതയിൽ റോഡരികിലെ കനാൽ കൾവട്ടിൽ സൂക്ഷിച്ചിരുന്ന 7.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. ആളൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവതിയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 3 പേർ പിടിയിൽ. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.